Good morning, dears. Welcome back to company account classes. Today's topic is differences between reserve capital and capital reserve. Students often misunderstand between reserve capital and capital reserve. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ പറയുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു ടേമാണ് റിസർവ് ക്യാപിറ്റൽ. It is the portion of uncalled capital that is called up only upon winding up of the company. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം കോൾഡ് അപ്പ് ചെയ്യുന്ന അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു. കോൾഡ് അപ്പ് ചെയ്യാതെ അവിടെ മാറ്റി വെക്കുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ, ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ, ഫണ്ട് ആവശ്യമായി വരുമ്പോൾ കോൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ് റിസർവ് ക്യാപിറ്റൽ. നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ്. വേർഡ്സ് ഇൻ്റർചേഞ്ച് ചെയ്തതാണ്. റിസർവ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ റിസർവ്. അതുകൊണ്ട് തന്നെ മാറിപ്പോവാനും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടേം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട് കമ്പാരിസൺ ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. എന്തൊക്കെയാണ് മേജർ പോയിൻ്റ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിസർവ് ആൻഡ് റിസർവ് ക്യാപിറ്റൽ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് സെറ്റ് അസൈഡ് ചെയ്യുന്ന സോഴ്സ് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് പറയാൻ പറ്റും. ക്യാപിറ്റൽ റിസർവ് ആകുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ച ഒരു ടേമാണ് ക്യാപിറ്റൽ റിസർവ് എന്നത്. ഇതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ടു യൂസ് ഇൻ ഫ്യൂച്ചർ. പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെച്ചതാണ് ക്യാപിറ്റൽ റിസർവ്. ഭാവിയിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നോണം. ഒരു പ്രത്യേക ആവശ്യം എന്നില്ല, ഭാവിയിലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സെറ്റ് അസൈഡ് ചെയ്ത മാറ്റിവെച്ച പ്രോഫിറ്റിൻ്റെ ഭാഗമാണ് ക്യാപിറ്റൽ റിസർവ്. നമ്മൾ റിസർവ് ആൻഡ് പ്രൊവിഷൻ എന്ന് പഠിച്ചിട്ടില്ലേ? അവിടെ റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു പഠിച്ചത്? സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ടോപ്പിക്കുമായി കണക്ഷൻ ഉള്ളതല്ല. ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ച ആ ഒരു പ്രീവിയസ് നോളജിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് പുതുക്കുകയാണ്. എന്താണ് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം? പ്രധാന വ്യത്യാസം എന്താണ്? റിസർവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റ് ടു മീറ്റ് എൻ അൺനോൺ ലാബിലിറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്യൂച്ചറിൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതൊരു സ്പെസിഫിക് അല്ല, ജനറലായിട്ടുള്ളതാണ്. ഓക്കെ, മീൻസ് അൺനോൺ ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച തുകയാണ് റിസർവ്. എന്നാൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച തുക തന്നെയാണ്, എന്നിരുന്നാലും ടു മീറ്റ് നോൺ ലാബിലിറ്റി എന്നാണ്. ബട്ട് ദ എക്സാക്റ്റ് എമൗണ്ട് ഈസ് അൺനോൺ. ഭാവിയിലൊരു ബാധ്യത ഉണ്ടാവുമെന്ന് നമുക്കറിയാം. നമ്മൾ എക്സാമ്പിൾ പറയാറില്ലേ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഭാവിയിൽ എന്തായാലും സംഭവിക്കുമെന്ന് അറിയുന്ന നോൺ ലാബിലിറ്റീസാണ്. ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന തുകയ്ക്ക് നമ്മൾ പ്രൊവിഷൻ എന്നാണ് പറയാറ്. ഓക്കെ, എന്നാൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അൺനോൺ ലാബിലിറ്റിയാണ്. കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ്
ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, റിസർവ്, റവന്യൂ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. അതൊക്കെ അവിടെ നമ്മൾ പഠിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറയണ്ട. അപ്പോൾ ആ റിസർവ് എന്ന ടേമിനെ ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, നമ്മുടെ പ്രസൻറ്റ് ടോപ്പിക് അതല്ല. നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലുമാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെച്ചതാണ്. സിംപ്ലി അങ്ങനെ ഓർമ്മിക്കുക. എന്നാൽ റിസർവ് ക്യാപിറ്റലോ, ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ ദറ്റ് ഈസ് കോൾഡ് അപ്പ് ഓൺലി അപ്പോൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. റിസർവ് ക്യാപിറ്റൽ മാറ്റി വെച്ചിരിക്കുന്നത് ക്യാപിറ്റൽ നിന്നാണ്, പ്രോഫിറ്റ് എന്നല്ല. ഓക്കെ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ നിന്നാണ് ഇതിനെ മാറ്റി വെച്ചത്. കോൾഡ് അപ്പ് ചെയ്യാതെ വൈൻഡിങ് അപ്പ് സമയത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു തുക. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ക്യാപിറ്റലിൻ്റെ പോർഷനാണ്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ക്യാപിറ്റൽ. ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. എന്നാൽ ക്യാപിറ്റൽ റിസർവോ, ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ്. സിംപ്ലി അത്ര മതി. ഓക്കെ, മീനിങ് ആണ് പറഞ്ഞത്. എന്താണ് ക്യാപിറ്റൽ റിസർവ്, എന്താണ് റിസർവ് ക്യാപിറ്റൽ എന്നത്. ആ പോയിൻ്റ് ഓഫ് ഡിഫറൻസ് ബേസിസ് ഇവിടെ മീനിങ് ആണ് എടുത്തത്. ഇനി അത് തന്നെ നമുക്ക് മറ്റൊരു രൂപത്തിൽ പറയാം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഏത്? ക്യാപിറ്റൽ റിസർവ്. എന്നാൽ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ക്ലിയർ? ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഓതറൈസ്ഡ് ക്യാപിറ്റലിനപ്പുറത്ത് ഒരു കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയില്ല. ഒരു സമയത്ത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ കംപ്ലീറ്റ് റൈസ് ചെയ്യുന്നുമില്ല. അപ്പോൾ റൈസ് ചെയ്യാതെ മാറ്റി വെച്ച ഒരു തുക, അതിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇറ്റ് ഈസ് കോൾഡ് അപ്പ് ഓൺലി അപ്പോൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഇനി ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇതെവിടെയാണ് കാണിക്കുക? ക്യാപിറ്റൽ റിസർവ് ആയാലും റിസർവ് ക്യാപിറ്റൽ ആയാലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എവിടെ കാണും? അക്കൗണ്ട് ബുക്കിൽ എവിടെ കാണും? ക്യാപിറ്റൽ റിസർവ് നമുക്കറിയാം, ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവുന്നത്. എന്നാൽ റിസർവ് ക്യാപിറ്റൽ നോട്ട് ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റിസർവ് ക്യാപിറ്റൽ എന്നൊരു ഐറ്റം നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണാൻ കഴിയില്ല. അതൊരു ടേം മാത്രമാണ്, അത് തിയററ്റിക്കലാണ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ടേമാണ് റിസർവ് ക്യാപിറ്റൽ. കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ റൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ അൺകോൾഡ് ക്യാപിറ്റലാണ് റിസർവ് ക്യാപിറ്റൽ. അത്രയേ ഉള്ളൂ. ഇതിനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. എന്നാൽ ക്യാപിറ്റൽ റിസർവ് ഈസ് ഷോൺ ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ നിയമവശം നോക്കാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കണം, ചില പ്രൊവിഷൻസ്. ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ AGMൽ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ആനുവൽ ജനറൽ മീറ്റിംഗ്, ചുരുക്കിയിട്ട് നമ്മൾ AGM എന്നാണ് പറയുക. ക്യാപിറ്റൽ ലെറ്റർ AGM, ആനുവൽ ജനറൽ മീറ്റിംഗ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതുപോലെ റെസൊല്യൂഷൻ, പ്രമേയം പാസ്സാക്കണം. പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കമ്പനിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യും. അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, ജനറൽ റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ റിസർവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നോ നീഡ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ബി പാസ്ഡ് ഇൻ AGM. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, റെസൊല്യൂഷനെ കുറിച്ചൊക്കെ. എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, എന്താണ് ജനറൽ റെസൊല്യൂഷൻ എന്നൊക്കെ പഠിക്കും. ഇപ്പോൾ ഓർമ്മിക്കുക, നോ നീഡ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ബി പാസ്ഡ് ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ, അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രമേയമൊന്നും പാസ്സാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ റിസർവ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലോ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. AGMൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, മറ്റൊരു പ്രധാന പോയിൻ്റ് ഓഫ് ഡിഫറൻസ് ആണ്
capital reserve has various uses like writing of fictitious assets or capital losses. ക്യാപിറ്റൽ റിസർവിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? നമുക്കറിയാം, ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്. ഡിവിഡൻ്റായിട്ട് കൊടുക്കാൻ കഴിയാത്ത പ്രോഫിറ്റാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഓക്കെ, അത്തരം റിസർവാണ് ക്യാപിറ്റൽ റിസർവ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റുകളും ക്യാപിറ്റൽ ലോസൊക്കെ എഴുതി തള്ളുക എന്നുള്ളതാണ്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇങ്ങനെയുള്ള അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്, പ്രിലിമിനറി എക്സ്പെൻസസ് പോലെയുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്സുകൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ കടന്നുകൂടിയ വിലയില്ലാത്ത അസറ്റുകളുണ്ടല്ലോ, അത്തരം അസറ്റുകൾക്കാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിങ്ങനെ എഴുതി തള്ളി തീർക്കും. അതിനു വേണ്ടി യൂസ് ചെയ്യും. അതാണ് ക്യാപിറ്റൽ റിസർവിൻ്റെ ഒരു ഉപയോഗം. അതേപോലെ ക്യാപിറ്റൽ ലോസസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇത്തരം അസറ്റുകളാണ്. ലോസ് വരുന്നു, നമുക്ക് ഓരോ വർഷവും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ലോസ് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതൊക്കെ എവിടെയാണ് കാണുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണുക. പ്രോഫിറ്റ് ആണെങ്കിൽ ലാബിലിറ്റി സൈഡിലും, ലോസ് ആണെങ്കിൽ അസറ്റ് സൈഡിലോ കാണുക. അപ്പോൾ അസറ്റ് സൈഡിൽ കാണുന്ന ഇത്തരം ലോസുകൾ, അക്യുമുലേറ്റഡ് ലോസസ്, ഇതൊക്കെ ഇങ്ങനെ എഴുതി തള്ളി തീർക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ റിസർവ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി വെൻ ദ കമ്പനി ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ. കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ, ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ റിസർവ് ക്യാപിറ്റലിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. ഓക്കെ ഡിയേഴ്സ്, ദീസ് ആർ ദ കീ ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. Let us see again with another topic in another video. Thank you for all.